എയിംസ് സൂപ്പർജൻ ഒരു ടാലന്റ് ഹണ്ടിങ് പ്രോഗ്രാം ആണ്. അതായത് നമ്മുടെ മക്കളുടെ പാഷൻ, മോട്ടിവേഷൻ, ആപ്റ്റിറ്റ്യൂഡ്, സ്കില്ല് ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് അനലൈസ് ചെയ്താലാണ് എന്താണ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഏത് ഫീൽഡ് ആയിരിക്കും നമ്മുടെ മക്കൾക്ക് ഏറ്റവും അനുയോജ്യമാകുക എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് വളരെ സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എയിംസ് സൂപ്പർജൻ. ഇതിൽ സിമ്പിൾ ആയിട്ട് 8 ആഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. 8 സബ്ജക്റ്റിന്റെ എക്സ്പോഷർ കൊടുക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഫിനാൻഷ്യൽ ലിറ്ററസി, സിവിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിൽ ഫസ്റ്റ് വീക്ക് നമ്മൾ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ അവർക്ക് ഒരു ഫീൽഡ്, അതായത് വേരിയസ് ടൈപ്സ് ഓഫ് എനർജീസ്, മെക്കാനിക്കൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ പോലുള്ള എനർജികൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഒരു 1 അവറിന്റെ ലൈവ് സെഷനും 2 ചെറിയ റെക്കോർഡഡ് സെഷനും ഉണ്ടായിരിക്കും. ബാക്കി ആ വീക്കിൽ മൊത്തം ആക്ടിവിറ്റികളായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് വീട്ടിലും പരിസരങ്ങളിലും നിരീക്ഷിച്ചിട്ടോ എക്സ്പെരിമെന്റ് നടത്തിയിട്ടോ കണ്ടെത്തേണ്ട ആക്ടിവിറ്റികളായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇങ്ങനെ നമ്മൾ അവരെ സബ്ജക്ട് വൈസ് ഇൻട്രസ്റ്റ് അനലൈസ് ചെയ്തിട്ടാണ് അവർ മെഡിസിൻ ഫീൽഡ് ആയിരിക്കോ, എഞ്ചിനീയറിംഗ് ആയിരിക്കോ, സിവിൽ സർവീസ് ആയിരിക്കോ, കൊമേഴ്സ് ഫീൽഡ് ആയിരിക്കോ, ഇനി അതല്ല മറ്റേതെങ്കിലും ഫീൽഡ് ആയിരിക്കോ എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് അക്കാഡമിക്കൽ എബിലിറ്റി അനലൈസ് ചെയ്യാനുള്ള ഒരു കോഴ്സ് ആണ്. ഇതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് കോഡിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള മെന്റൽ എബിലിറ്റി, റീസണിംഗ് പോലുള്ള ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യും. അപ്പൊ ഇതിൽ ഈ ഒരു അക്കാഡമിക്കൽ എബിലിറ്റി അല്ലാത്ത മറ്റുള്ള വല്ല സ്പോർട്സ് ബന്ധമായിട്ടോ ആർട്സ് പരമായിട്ടോ അവർക്ക് കഴിവുകളുണ്ടോ എന്നുള്ളതും നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓരോ കുട്ടികൾക്കും മെന്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ മെന്റേഴ്സ് ആണ് നമ്മുടെ മക്കളുടെ ഓരോ ആക്ടിവിറ്റികളിലുള്ള പെർഫോമൻസ്, നമ്മുടെ ചെറിയ ടെസ്റ്റുകളിലൊക്കെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഒരു AI ടൂൾ ഉണ്ട്. ആ AI ടൂളിലേക്ക് ഡാറ്റ ആഡ് ചെയ്യും. ഫൈനലി AI ടൂൾ ആണ് കോഴ്സിന്റെ എൻഡിൽ ഇതാണ് കുട്ടിയുടെ ഫീൽഡ് എന്നുള്ള ഒരു ഫസ്റ്റ് റിപ്പോർട്ട് നമുക്ക് തരാം. എന്നിട്ട് നമ്മുടെ അക്കാഡമിക് ടീം ഇരുന്നിട്ട് അതൊന്ന് ഫൈനലൈസ് ചെയ്തിട്ട് 1 to 1 ഓരോ പാരന്റിനെ ഏറ്റവും ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കുട്ടിയുടെ ഫീൽഡ് അല്ലെങ്കിൽ കരിയർ ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ ഫൈനലായിട്ട് തരാം. അതാണ് നമ്മുടെ കോഴ്സിന്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത്. 6th to 9th, അതായത് 6ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഓൺലൈൻ അധിഷ്ഠിത കോഴ്സാണ്, കംപ്ലീറ്റ്ലി ഓൺലൈൻ കോഴ്സ് അല്ല. അപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ മെയിൻ കൺസേൺ എങ്ങനെയെങ്കിലും അവരുടെ ഒരു മൊബൈൽ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ഭാഗമായിട്ട് ഒരു വീക്ക് ഒരാഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ 1 അവർ ലൈവ് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും. അത് രാത്രി ഒരു 7 to 8 o'clock വരെ, മൺഡേയോ ട്യൂസ്ഡേയോ. പിന്നെ ഒരു 2 ചെറിയ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ളതൊക്കെ ആക്ടിവിറ്റികളാണ്. ഈ ആക്ടിവിറ്റികൾക്കായിട്ട് അവർ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ പരിസരമോ അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടോ ന്യൂസ് പേപ്പർ വായിച്ചിട്ടൊക്കെയാണ് അവർ ഈ ആക്ടിവിറ്റികൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മൊബൈൽ ഉപയോഗം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും മക്കള് വീട്ടിലും പരിസരങ്ങളിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലാണ് ഏർപ്പെടുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഭാഗം, കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ മക്കൾക്ക് എങ്ങനെ മൊബൈൽ ഉപയോഗം മാക്സിമം കുറക്കണം, അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പ്രത്യേകം ട്രെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കൺസേൺ പാരന്റ്സിന് വേണ്ട. ഇത് കാരണം മക്കൾ വീണ്ടും മൊബൈലിന്റെ അടിമകളായി മാറും എന്നുള്ളൊരു കൺസേൺ ഒരിക്കലും വേണ്ട. യെസ്, സൂപ്പർ ജെന്നിന്റെ ഫസ്റ്റ് ഫേസ് മാത്രമാണ് നമ്മൾ 2 മാസം നിൽക്കുന്ന ടാലന്റ് ഹണ്ട് കോഴ്സ്. ഇതിന്റെ സെക്കൻഡ് ഫേസ് വരുന്നുണ്ട്. അത് ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതൊരു 7, 8, 9 ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമാണ്. അത് ശരിക്കും ഒരു ലോങ് ടേം കോഴ്സ് ആണ്. അപ്പൊ ഇത് ടാലന്റ് ഹണ്ട് കോഴ്സ് നിങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് ഫേസിലേക്ക് അഡ്മിഷൻ എടുക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ചോയ്സ് ആണ്. സെക്കൻഡ് ഫേസിൽ നമ്മളിവിടെ ടാലന്റിന് അനുസരിച്ചിട്ട് എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള കുട്ടിനെ ആ രീതിയിൽ ഒരു 5 വർഷം നീണ്ടു നിൽക്കുന്നത്, അതായത് +2 കഴിയുമ്പോൾ IIT-കളിൽ എത്താൻ പാകത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നു. നീറ്റ്, അതായത് MBBS ആണെങ്കിൽ അതിനനുസരിച്ചിട്ടും, സിവിൽ സർവീസ് ആണെങ്കിൽ ആ രീതിയിൽ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു ലോങ് ടേം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ സൂപ്പർ ജെന്നിന്റെ സെക്കൻഡ് ഫേസ്. എന്നാൽ ഇപ്പോൾ ഉള്ള ഫസ്റ്റ് ഫേസ് 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ടാലന്റ് ഹണ്ടിങ് കോഴ്സ് മാത്രമാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ വാട്സാപ്പിലൂടെയോ കോളിലൂടെയോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.